യു.എയിൽ ഒരു ബിസിനസ് എന്ന സ്വപ്നവുമായി നടക്കുന്ന ആളുകൾ ഒരിക്കലെങ്കിലും കോയിൻ ഫ്രീ ട്രേഡ് സോൺ എന്ന പേര് കേട്ടിട്ടുണ്ടാകുമെന്ന് ഉറപ്പാണ്. കാരണം അത്രയധികമാണ് ഇവിടെ ബിസിനസ് നടത്താനായി ആഗ്രഹിച്ചെത്തുന്ന ആളുകളെ ഈ ഫ്രീ ട്രേഡ് സോൺ ചേർത്ത് നിർത്തുന്നത്. കോയിൻ ഫ്രീ ട്രേഡ് സോണിൻ്റെ വിജയകഥയിലേക്കാണ് ഇനി. ബിസിനസ് രംഗത്തേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന പുതിയ സംരംഭകർക്കും ബിസിനസ് വികസിപ്പിക്കാൻ പുതുവഴികൾ തേടുന്നവർക്കും യു.എയിൽ എവിടെ തങ്ങളുടെ ബിസിനസ് സൗകര്യപ്രദമായി തുടങ്ങാമെന്നതിൻ്റെ ഇന്നത്തെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കോയിൻ ഫ്രീ ട്രേഡ് സോൺ. 3 പതിറ്റാണ്ട് നീണ്ട സേവന പാരമ്പര്യവുമായി തലയെടുപ്പോടെ നിൽക്കുകയാണ് ഈ ഫ്രീ ട്രേഡ് സോൺ. കൃത്യമായി പറഞ്ഞാൽ നിക്ഷേപകർക്ക് പുത്തൻ പ്രതീക്ഷകൾ നൽകി അവർക്കൊപ്പം മുന്നേറുകയാണ് ഇന്ന് കോയിൻ ഫ്രീ ട്രേഡ് സോൺ. കോയിൻ ഫ്രീ സോൺ ശരിക്കും എസ്റ്റാബ്ലിഷ് ചെയ്തത് 1987-ലാണ്. അപ്പോൾ യു.എയിലെ വൺ അമംഗ് ദ ഓൾഡസ്റ്റ് ഫ്രീ സോണാണ് കോയിൻ ഫ്രീ സോൺ. അത് പലർക്കും അറിയത്തില്ല. ഇനീഷ്യലി അത് അഹമ്മദ് ബിൻ റാഷിദ് പോർട്ട് ആൻഡ് ഫ്രീ സോൺ എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. 2014-ലാണ് ഞങ്ങളുടെ പുതിയ ടീം ഇവിടെ ജോയിൻ ചെയ്യുന്നത്. അതിനുശേഷമാണ് ഇത് കോയിൻ ഫ്രീ സോൺ എന്നറിയപ്പെടാൻ തുടങ്ങി. അതിനു മുമ്പ് അഹമ്മദ് ബിൻ റാഷിദ് പോർട്ട് ആൻഡ് ഫ്രീ സോൺ ആയിരുന്നു. ഞാനിവിടെ ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഗവൺമെൻറ് നമുക്ക് ഈ പുതിയ 2 മില്യൺ സ്ക്വയർ മീറ്റർ ലാൻഡ് അലോക്കേറ്റ് ചെയ്തു. ഈ ലാൻഡ് നമ്മൾ ഡെസേർട്ട് ലാൻഡായിരുന്നു. ഇറ്റ് വാസ് ഒരു ഗ്രീൻ ഫീൽഡ് ലാൻഡായിരുന്നു. നമ്മളത് ലാൻഡ് ലെവലിങ്ങും എല്ലാം ചെയ്ത് റോഡ് നെറ്റ്വർക്ക്, ഇൻഫ്രാസ്ട്രക്ചർ നെറ്റ്വർക്ക് എല്ലാം ചെയ്ത്, ഇലക്ട്രിസിറ്റി, വാട്ടർ, ഇതെല്ലാം നമ്മുടെ ഈ ചെറിയ ടീമാണിത് ഇവിടെ ഈ പുതിയ ലൊക്കേഷനിൽ ചെയ്തത്. അതിനുശേഷം നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ബിൽഡിംഗ് പണിതു. അതുകൂടാതെ ഇപ്പം അഡീഷണലായിട്ട് 2 പുതിയ ബിൽഡിങ്സ് കൂടെ ഉണ്ട്. അത് ഓഫീസസ് ലീസിങ്ങിന് വേണ്ടിയിട്ടാണ്. പിന്നെ വെയർ ഹൗസുകൾ ഗവൺമെൻറ് പണിതു. അത് ചെറിയ ചെറിയ വെയർ ഹൗസുകളായിട്ട് 100 സ്ക്വയർ മീറ്റർ മുതൽ 500 സ്ക്വയർ മീറ്റർ വരെയുള്ള പല സൈസിലുള്ള വെയർ ഹൗസുകൾ നമ്മളിവിടെ പണിതു. നമ്മൾ ക്ലയൻസിന് ലീസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ ലേബർ അക്കോമഡേഷൻ ഉണ്ട് ഈ ക്യാമ്പസിൻ്റെ അകത്ത് തന്നെ. ഇത് കൂടാതെ നമ്മൾ ലാൻഡ് ഇൻവെസ്റ്റേഴ്സിന്, ഇപ്പോൾ ഇൻഡസ്ട്രി ഫാക്ടറി പണിയാനും അതിനൊക്കെ ആയിട്ട് നമ്മൾ ലാൻഡ് ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുന്നുണ്ട്. 3 മില്യൺ സ്ക്വയർ മീറ്ററിലായാണ് ഫ്രീ സോൺ വ്യാപിച്ചു കിടക്കുന്നത്. ജനറിക് ഫ്രീ സോൺ എന്നതാണ് യു.എയിലെ മറ്റ് ഫ്രീ സോണുകളിൽ നിന്ന് കോയിനെ വ്യത്യസ്തമാക്കുന്നത്. ബിസിനസിന്റെ എല്ലാ മേഖലയിലും വളരാനും മുന്നേറാനും ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ്. യു.എയിൽ വളരെയധികം ഫ്രീ സോണുകളുണ്ട്. എന്നാലും ജനറിക്കായിട്ടുള്ള ഫ്രീ സോൺസ് വളരെ കുറവാണുള്ളത്. ഇവിടെ നമുക്ക് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി, ഒരു ഷെയർഡ് വർക്ക് സ്റ്റേഷൻ മുതൽ അവർക്ക് ഗ്രോ ചെയ്യാനുള്ള ഫിസിക്കൽ ഓഫീസ്, ക്ലോസ്ഡ് ഡെഡിക്കേറ്റഡ് ഓഫീസസ്, അതുകൂടാതെ ഇപ്പം നാളെ വീണ്ടും ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണം, അവർക്ക് അവരുടെ സാധനങ്ങൾ, മെറ്റീരിയൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് വെയർ ഹൗസുകൾ, അതല്ല വീണ്ടും ഗ്രോ ചെയ്യുമ്പോൾ അവർക്ക് ഇത് മാനുഫാക്ചർ ചെയ്യാനുള്ള ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ അതിനുള്ള ഫെസിലിറ്റീസ്, ഇതെല്ലാമാണ് കോയിൻ ഫ്രീ സോൺ ഓഫർ ചെയ്യുന്നത്. നമ്മൾ സ്റ്റാർട്ടപ്പ് ടു സ്കെയിൽ അപ്പ് എനി ഓപ്ഷൻസ് നമ്മൾ ഓൾവേസ് വി സപ്പോർട്ട് ദ ഇൻവെസ്റ്റേഴ്സ്. ഇവിടുത്തെ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ട്രേഡിംഗ് കമ്പനികളാണ് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ രണ്ടാമതുള്ളത് കൺസൾട്ടൻസി സർവീസസ്, ആ രീതിയിലുള്ള കമ്പനികൾ. പിന്നെ ഇൻഡസ്ട്രീസ് ഉണ്ട്. ഇൻഡസ്ട്രീസ് ഇപ്പം ഫുഡ് സ്റ്റഫ് റിലേറ്റഡ്, ബിൽഡിംഗ് മെറ്റീരിയൽസ് റിലേറ്റഡ്, കെമിക്കൽ ഇൻഡസ്ട്രീസ്, അങ്ങനെ പല രീതിയിലുള്ള ഇൻഡസ്ട്രീസിനും നമ്മൾ ലൈസൻസ് കൊടുക്കുന്നു.
കയറ്റുമതി ഇറക്കുമതി രംഗത്ത് പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് കുറഞ്ഞ ചെലവും നടപടിക്രമങ്ങൾ, ഡോക്യുമെന്റേഷൻ, ചട്ടങ്ങൾ തുടങ്ങിയവ എളുപ്പമാക്കുന്നതിനും അധികൃതർ സ്വീകരിക്കുന്ന നടപടികൾ ഉമൽ ക്വൈൻ ഫ്രീ സോണിനെ മറ്റ് ഫ്രീ സോണുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതാണ്. ലൈസൻസിങ് ഡോക്യുമെന്റേഷൻ ഇസ് വെരി സിമ്പിൾ. ഒരാളുടെ ഒരു പാസ്പോർട്ട് കോപ്പി വേണം, അതുപോലെ ഒരു പ്രൂഫ് ഓഫ് അഡ്രസ്സ്, ഇത് മാത്രം. ഇതും പിന്നെ ഒരു ഫോട്ടോഗ്രാഫ്. ഇങ്ങനെ വളരെ ചെറിയ കാര്യങ്ങൾ നമ്മൾ KYC നമ്മൾ ചോദിക്കാറുള്ളൂ. അവരൊരു പ്രോജക്റ്റ് വേണം. കോസ്റ്റ് വൈസ് ഉമൽ ക്വൈൻ ഫ്രീ സോൺ ഈസ് ദ ബെസ്റ്റ്. ലൈക്ക് ഏറ്റവും കോമ്പറ്റീറ്റീവ് ആണ് ഇപ്പം UAE. ഒരു വിസ ഒന്നും വേണ്ടാത്ത ഒരു പാക്കേജ് ആണെങ്കിൽ 1 ലക്ഷം രൂപയ്ക്ക് ഇന്ത്യൻ റുപ്പീസിന് ചെയ്യാൻ പറ്റും. അതല്ല, ഒരു വിസ ഉൾപ്പെടെ ഉള്ളത് 2.75 ബിലോ 3 ലാക്ക് ഇന്ത്യൻ റുപ്പീസ്, 3 ലക്ഷം ഇന്ത്യൻ റുപ്പീസിന് താഴെ കമ്പനി ഫോർമേഷന്, റെസിഡൻസ് വിസ, ഷെയർഡ് വർക്ക് സ്റ്റേഷൻ, ഇതെല്ലാം ഉൾപ്പെടെ ഒരു വർഷത്തേക്കിന് ഇത് 3 ലക്ഷം രൂപയിൽ താഴെ ചിലവാകുന്നുള്ളൂ. എന്തിന് UAE ബിസിനസ് തുടങ്ങണമെന്ന് ചിന്തിക്കുന്ന മറ്റു രാജ്യങ്ങളിൽ ബിസിനസ് നടത്തുന്ന ആളുകളോട് തൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ജോൺസൺ എം ജോർജിന് പറയാനുള്ളത് ഇതാണ്. ഇപ്പം ഇൻഡസ്ട്രീസ് ഡെഫിനറ്റ്ലി UAE കുറച്ച് കോസ്റ്റ്ലി ആണ്. അതായത് ലേബർ കോസ്റ്റ് കൂടുതലായിരിക്കും, ഇലക്ട്രിസിറ്റി കോസ്റ്റ് കൂടുതലായിരിക്കും, റെൻറ്റ് കൂടുതലായിരിക്കും. ബട്ട് ദ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അൺഇൻറ്ററപ്റ്റഡ് പവർ കിട്ടും. ഇലക്ട്രിസിറ്റി പ്ലെൻറ്റിയാണ്, അവിടെ പവർ കട്ടോ ഷോർട്ടേജോ അങ്ങനെയൊന്നുമില്ല. ലേബറേഴ്സ് കോസ്റ്റ് കൂടുതലാണെങ്കിൽ ലേബറേഴ്സിന് 365 ഡേയ്സ് അവൈലബിൾ ആയിരിക്കും. അവിടെ യൂണിയൻസോ സ്ട്രൈക്കുകളോ ഇതൊന്നും UAE ഗവൺമെൻറ് എൻ്റർടൈൻ ചെയ്യത്തില്ല. അപ്പം 100% പ്രൊഡക്ടിവിറ്റി ഉണ്ടായിരിക്കും. പിന്നെ ഉള്ള ഒരു വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ലോജിസ്റ്റിക് ആസ്പെക്ട്സ് ആണ്. UAEക്ക് ഏതാണ്ട് 10 സീ പോർട്ട്സ് ഉണ്ട്. ഒരു 1 hour ഡിസ്റ്റൻസിൽ വേൾഡിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് പോർട്ടിൽ എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്നുള്ള കണക്ടിവിറ്റി ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നീടുള്ള ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് ആണ്. ടാക്സ് ബെനഫിറ്റ്സ് മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ ചെറിയ ടാക്സും ഈവൻ 0 ടാക്സ് വരെയുള്ള രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ പല കാര്യങ്ങളാണ് ആൾക്കാരെ UAE അട്രാക്റ്റ് ചെയ്യുന്നത്. തന്നെയല്ല, UAE itself is a buyer's market. World is coming to shop in UAE. അപ്പം നിങ്ങളുടെ ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും വേൾഡിൽ നിന്ന് വന്നിട്ട് ആൾക്കാർ ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വരും. യു ഡോണ്ട് ഹാവ് ടു ഫൈൻഡ് ദ ബയർ ഓർ ദ സെല്ലർ. ഇറ്റ്സ് വെരി ഈസി. അതുപോലെ ലോജിസ്റ്റിക് അഡ്വാൻറ്റേജ് ഞാനൊന്ന് പറഞ്ഞു. ഓൾമോസ്റ്റ് 70% ഓഫ് ദ വേൾഡ് പോപ്പുലേഷൻ ക്യാൻ ബി റീച്ച്ഡ് ഇൻ ലെസ് ദാൻ 8 hours ടൈം ബൈ ഫ്ലൈറ്റ്. ഒരു 30% 4 മണിക്കൂർ ഫ്ലൈറ്റിൽ ചെല്ലാൻ പറ്റും. ഇപ്പോൾ ഇന്ത്യ ഉൾപ്പെടെ ഉള്ള രാജ്യങ്ങളിലേക്ക് ലെസ് ദാൻ 4 hours ഫ്ലൈറ്റിൽ ചെല്ലാൻ പറ്റും. വേൾഡിലെ 70% ഓഫ് ദ പോപ്പുലേഷൻ ഒരു ലെസ് ദാൻ 8 hours ഫ്ലൈറ്റിൽ റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ പല പല ആസ്പെക്ട്സ് ആണ് UAE ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുന്നത്. സേഫ്റ്റി. UAE has become one among the safest country in the world. More than 200 nationalities are working here. അപ്പം ഇതെല്ലാം നമ്മളെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമിൽ എത്തിക്കുക ചെയ്യുന്നത്. തീർന്നില്ല. വർഷങ്ങളായി ഉമൽ ക്വൈൻ ഫ്രീ ട്രേഡ് സോണിൽ കമ്പനി തുടങ്ങി ജീവിതത്തിൽ വലിയ വിജയങ്ങൾ സ്വന്തമാക്കിയ നിരവധി മലയാളികളടക്കമുണ്ട്. അവർ അനുഭവത്തിൽ നിന്ന് തങ്ങളുടെ യാത്ര പറയുന്നത് ഇങ്ങനെയാണ്. എൻ്റെ പേര് പ്രതീഷ് ചെറിയാൻ. എൻ്റെ കമ്പനിയുടെ പേര് മാസ്കോം ഗ്ലോബൽ. ഞങ്ങൾ ഒരു മീഡിയ ഇൻ്റലിജൻസ് കമ്പനിയാണ്. 140 രാജ്യങ്ങളിലെ മേളിൽ കമ്പനികളിലെ അതുപോലെ മറ്റ് രാജ്യങ്ങളിലെ പരസ്യങ്ങൾ ചെയ്യുന്ന അതിനുവേണ്ടിയുള്ള പ്ലാനിങ്ങും എയർപോർട്ടുകൾ പോലത്തെ സ്ഥലങ്ങളിൽ പരസ്യം ഇടുന്നതാണ് ഞങ്ങളുടെ വർക്ക്. ഞങ്ങളിവിടെ ഉമൽ ക്വൈൻ ഫ്രീ സോണിൽ ബേസ്ഡ് ആയിട്ട് ഇപ്പം 10 വർഷത്തോളം ആവുന്നു. മുമ്പോട്ടുള്ള ജേണിയിൽ ഉമൽ ക്വൈൻ ഫ്രീ സോണിൻ്റെ എല്ലാ സപ്പോർട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. 2018 ഒരു സമ്മർ ടൈമിലാണ് ആക്ച്വലി ഞാനൊരു സമയത്ത് വർക്ക് ചെയ്യുമായിരുന്നു. ആ സമയത്താണ് ആക്ച്വലി ഇങ്ങനെ സ്വന്തമായിട്ടൊരു സംഭവം തുടങ്ങണം എന്നുള്ള ആഗ്രഹം ആലോചിക്കുന്നത്. ഏതൊരു കമ്പനി എനിക്ക് തോന്നുന്നത് നമ്മൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും, ഓൾറെഡി കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും. 2 ഘട്ടങ്ങളായിട്ടാണ് നമ്മുടെ സ്ഥാപനങ്ങൾ പോകുന്നത്. ഒന്നൊരു സ്റ്റാർട്ടപ്പ് ഫേസാണ്. നമ്മൾ എന്താവും നമുക്കൊരു അൺസർട്ടനിറ്റിയാണ്. ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കറക്റ്റായിട്ട് അഷ്വറൻസ് ആയിട്ട് നമുക്ക് ശമ്പളമൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ സ്വന്തമായിട്ടൊരു ക്രിയേഷൻ ഉണ്ടാക്കുകയാണ്. അതാണ് സ്റ്റാർട്ടപ്പ് ഫേസ്.
ആ സമയത്ത് നമുക്ക് ഏറ്റവും വേണ്ടത് ഒരു സേഫ്റ്റി നെറ്റാണ്. എവിടെ തുടങ്ങിയാലാണ് നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റുന്നത്, ഏത് ആൾക്കാരോട് പെരുമാറിയാലാണ് നമുക്ക് അവരെ വിശ്വാസത്തോടെ നമുക്ക് കാര്യങ്ങൾ ഏൽപ്പിക്കാനും കാര്യങ്ങൾ സംസാരിച്ച് മനസ്സിലാക്കാനും പറ്റുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഇവിടെ എത്തിയത്, ഉമ്മൽ കോയിൻ ഫ്രീ സോണിലെത്തിയത്. ഇന്നിപ്പം 10 വർഷത്തോളം ആവുന്നു. ഓക്കെ, വളരെ സന്തോഷത്തോട് പറയണേ, ആ ഫേസിൽ ഉമ്മൽ കോയിൻ ഫ്രീ സോൺ തന്നൊരു ധൈര്യം വളരെ വലുതാണ്. കൂടുതൽ സ്ഥലങ്ങൾ സർക്കാർ അനുവദിച്ച് നൽകി കഴിഞ്ഞു. ഉപഭോക്താക്കൾ പറയുന്നത് പോലെ വിശ്വാസ്യത, അതാണ് ഉമ്മൽ കോയിൻ ഫ്രീ ട്രേഡ് സോണിന് കൂടുതൽ ഉയരങ്ങളിലേക്ക് സഞ്ചരിക്കാനുള്ള ഇന്ധനം.